ആശ്രയിച്ചിട്ടാണോ ആ ഒരു സുഖം കിട്ടുന്നത്? നമ്മുടെ ആത്മാവിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമാണത്. അത് അനാലംബമാണ്, ബാഹ്യാനാലംബനം. അതാണ് ഉപരതി. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഒരു സുഖം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഉപരതി. പിന്നെ വരുന്നതാണ് തിതിക്ഷ. അത് ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഈ ഒരു സാധകൻ കുറെ പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോകേണ്ടിയിരിക്കും. വെറുതെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഗുരുവിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഗുരു ഈ പദവിയിലെത്തിയിരിക്കുന്നത്. ആ ഒരു തിതിക്ഷ, എന്തും സഹിക്കാൻ, ഏത് ദുഃഖം വന്നാലും 3 തരത്തിലുള്ള ദുഃഖമുണ്ട് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3 ദുഃഖങ്ങൾ ഇതൊക്കെയാണ്. വേറെ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ? ആധ്യാത്മികം എന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖം. ആദിഭൗതികം എന്ന് പറയുന്നത് മറ്റ് ഭൂതജാലങ്ങളിൽ നമുക്ക് വരുന്ന ദുഃഖം. പിന്നെ ആദിദൈവികം എന്ന് പറയുന്നത് അവിചാരിതമായി നമ്മുടെ ഒന്നും പിടിയിൽ നിൽക്കാത്ത ദുഃഖങ്ങൾ. ഈ 3 തരത്തിലാണ് താപത്രയം എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം, അത്യാവശ്യം വേണ്ടത്. താപത്രയം, 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമ്മുടെ സംസാര ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഈ ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവാണ് തിതിക്ഷ. നമ്മളൊക്കെ ഒരു ചെറിയ ദുഃഖം വരുമ്പോഴോ ഇന്ന് ക്ലാസ്സിലൊന്നും പോകണ്ട, ചെറിയ പനി അടിക്കുമ്പോൾ ആ രീതിയിലല്ല, നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കണം. അതാണ് തിതിക്ഷ. പിന്നെ ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വാക്യങ്ങളിലും വേദാന്ത ഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസം. ശ്രദ്ധയില്ലാത്തവൻ ഈ ജ്ഞാനം കിട്ടത്തില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ വളരെ പ്രാധാന്യമാണ്. ഗുരു പറയുന്നതിന് ഉടനെ ഒരു ചോദ്യം ചെയ്തതായിരുന്നു. ഒരു കാരണം ഒരു ബ്രഹ്മവിദ്യാപഞ്ചകം എഴുതി വെക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു താർക്കിക ബുദ്ധിയോടുകൂടി സമീപിക്കരുത്. അതിൽ വിശ്വാസം വേണം, ശ്രദ്ധ. അത് കഴിയുമ്പോൾ സമാധാനം വരും. അതായത് എന്ന് വെച്ചാൽ മനസ്സിനെ ആ ബ്രഹ്മത്തിൽ തന്നെ നിർത്താനുള്ള ആ ഒരു കഴിവ് വരും. അതായത് വേറെ പോവില്ല. തച്ചിന്തനം, ശങ്കരാചാര്യ പറയുന്നത് തച്ചിന്തനം തത്കഥനം അന്യോന്യം തത്പ്രബോധനം. ഇതേപോലെ ഒരു സാധനം ചെയ്യാവൂ. അയാൾ സംസാരിക്കുന്നതെല്ലാം ബ്രഹ്മത്തെ പറ്റി, ഈശ്വരനെ പറ്റി സംസാരിക്കാവൂ. വേറെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു വസ്തുവിലേക്കും ഈ സാധകന്റെ മനസ്സ് പോകാൻ പാടില്ല. അതാണ് സത്സംഗത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? ഈ സാധകൻ മറ്റുള്ള മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് സത്സംഗത്തിലെ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ ശങ്കരാചാര്യ സത്സംഗത്തിൽ കൂടി ആ ജീവൻ മുക്ത അവസ്ഥയിലെത്തുന്ന കാര്യം പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ഈ സാധകൻ ബന്ധപ്പെടാവൂ. ഇപ്പോഴത്തേക്കാണ് മനസ്സ് വേറെ വഴിയിലേക്ക് പോകുന്നതാണ് സമാധാനം. ഇത്രയായിട്ട് സമാധിഷക്കം വന്നു. ഇനി വേണ്ടതാണ് മുമുക്ഷുത്വം. ഇത്രയൊക്കെ ആയാലും ഇനി ഇങ്ങനെയൊക്കെ മതിയെന്ന് പോരാ, എനിക്ക് മോക്ഷം നേടണം, മുമുക്ഷു ആവണമെന്നുള്ള അദമ്യമായ ആഗ്രഹം. ഈ ബന്ധങ്ങളിൽ നിന്നുള്ള കെട്ടുപാടുകളിൽ നിന്നെല്ലാം മോചനം വേണം. നമുക്കെല്ലാം ഈ കെട്ടുപാടി ചുറ്റിപ്പറ്റി കിടക്കാനാണ് ആഗ്രഹം, അല്ലേ? മക്കളും ഭാര്യയും സ്വത്തും, അല്ലേ? അതിൽ നിന്നൊക്കെ വിടാനുള്ള ആ ആഗ്രഹം വേണം. അതാണ് മുമുക്ഷത്വം. അത്രയാണ് സാധനാ ചതുഷ്ടയം എന്നാണ് ഇത് പറയുന്നത്. ആദ്യം പറയുന്നത് എന്താണ്? നിത്യാനിത്യ വിവേകം, ഇഹാമുത്രഫലഭോഗ വിരാഗം, ശമാധിഷക്കം, മോക്ഷം. 4 നേടിക്കഴിഞ്ഞാൽ അവൻ അധികാരിയായി ബ്രഹ്മവിദ്യയ്ക്ക്. ഉടനെ തന്നെ നമുക്കൊരു ഗുരുപ്രാപ്തി ഉണ്ടാകും. ഈ ഒരു അധികാരമുള്ള ഏത് സാധകനും ഒരു ഗുരു സ്വാഭാവികമായിട്ട് വന്നു ചേരും, അല്ലേ? അത് നമ്മളന്വേഷിച്ച് പോണ്ട, ഒരു ഗുരുവിനെ കിട്ടും. അതൊരു പ്രകൃതി നിയമമാണ്. ആ ഗുരുവിൻ്റെ അടുക്കെയാണ് എന്താണ് ചോദിക്കേണ്ടത്? കോഹം, ഞാൻ ആര്? കുതോ ജഗത്, ഈ ജഗത്ത് എവിടുന്ന്? ഈ 2 ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ്. നിത്യാനിത്യ വിവേകതോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധിഷക്കലസിതസ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈർ പ്രസന്നം ഗുരും. അങ്ങനെ ആ ഗുരു പ്രത്യക്ഷപ്പെടുമ്പോൾ സേവ മുതലായ കാര്യങ്ങളിൽ കൂടി ആ ഗുരുവിനെ പ്രസാദിപ്പിച്ചിട്ട് പൃച്ഛേത് ചോദിക്കുക, മോഹം കുതോ ജഗത്, 2 ചോദ്യം ചോദിക്കുക. ഇത് കേൾക്കുന്ന ഉടനെ ആ ഗുരുവിന് സംഭവം പിടികിട്ടി. ഗുരു ഉടനെ തന്നെ ആ ശിഷ്യന് ഉത്തരവ് കൊടുക്കുക. അത്